ഹലോ ഗായ്സ്, ചിൽ വിത്ത് അഖിലേഷിൻ്റെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ കാര്യം പറയാം, ഞാൻ വലിയ കാർത്തിക് സൂര്യ ഒന്നുമില്ല. എനിക്ക് ബ്ലോഗ് എടുത്ത് ഇറങ്ങുകൂടാ, എനിക്ക് ബ്ലോഗ് എടുത്ത് പരിചയമില്ല. നിശ്ചയത്തിന് പോവാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടായിരുന്നു, ചേട്ടൻ്റെ നിശ്ചയത്തിന് തുണി എടുക്കാൻ പോകുന്നു പറഞ്ഞ്. ആ ചേട്ടൻ നിശ്ചയമാണ്, എൻ്റെ ചേട്ടനല്ല കേട്ടോ, അപ്പോഴേ പറയുവാണ്. എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോനാണ്. കഴിഞ്ഞ ആഴ്ച എല്ലാവരും വിചാരിച്ച് എൻ്റെ ചേട്ടനാണ്. വിളിച്ചു ചോദിച്ചവരുണ്ട്, എല്ലാവരും ചോദിച്ചു അതൊക്കെ എൻ്റെ സ്വന്തം ചേട്ടനാണെന്ന് പറയും. ഇത് അച്ഛൻ്റെ ചേച്ചിയുടെ മോൻ്റെ നിശ്ചയമാണ്. അപ്പോൾ നമുക്ക് നിശ്ചയ വീട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ പോകുന്നത് നിശ്ചയ വീട്ടിലാണ്. അവിടെ നിന്ന് ബസ്സുണ്ട്, ഓഡിറ്റോറിയം വരെ പോകണം. ഇനി ബസ്സിൽ കയറി അതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ മാസം ഒരാളെ ഡൽഹിയിൽ പറഞ്ഞു വിട്ടായിരുന്നു. പുള്ളി നിശ്ചയം കൂടാൻ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബൈക്കുമായിട്ട് ഇപ്പോൾ ഇറങ്ങി വരും. ആ ബൈക്ക് പിടിച്ചിരിക്കുന്ന ആളാണ് ഗൈസ്. നമ്മൾ 6 മാസം മുമ്പ് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആള്. അപ്പോൾ നമുക്ക് നിശ്ചയ വീട്ടിലോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നിശ്ചയ വീട്ടിലോട്ടേക്ക് പോകാൻ പോവാണ് ബൈക്കിൽ. പിന്നെ ഞാൻ മൈക്ക് കുത്താതെയാണ് സംസാരിക്കുന്നത്, എൻ്റെ ശബ്ദം ചെറുതായിട്ട് കുറയും. അപ്പോൾ നിശ്ചയ വീട്ടിലോട്ടേക്ക് പോകാൻ പോവാണ്. ബൈക്കുമായിട്ട് ആൾ പുറകെ വരുന്നുണ്ട്. രാവിലെ തന്നെ തുമ്മൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. ഇതിനകത്ത് നിറച്ച് തുമ്മലായിരിക്കും. ഇനി എന്നിങ്ങനെ നിശ്ചയ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ തിരിക്കാം. ഹലോ വ്ളോഗർ. അച്ഛൻ വരും. ലൈവാണോ? ലൈവല്ല, വീഡിയോ എടുക്കുക. ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ. അതെ, വീഡിയോ എടുത്തോണ്ട് കൊണ്ടോ. സോറി ഗൈസ്, ഞാൻ തീറ്റ വിഷയത്തിൽ കുറച്ച് ഇതായതുകൊണ്ട് ഞാൻ തിന്നുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബസ് വരും. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി പോകും. ബസ് വരുന്നവരെ കാത്തിരിക്കും. ഇത്ര നേരം എനിക്കൊന്നും പറയാൻ ഇല്ലെന്ന് പറഞ്ഞാൽ, ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശരി, ഇത് റെക്കോർഡ് ചെയ്താലേ എനിക്ക് മനസ്സിലാവത്തില്ല കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന്. ആ പ്രേയത്തിൻ്റെ വീടിന് ശേഷം കുറേ എണ്ണം കളിയാക്കുന്നു. ആ ഇരട്ടപ്പഴത്തിൻ്റെ വീടിൻ്റെ കുറേ എണ്ണം ചോദിച്ചേക്കുന്നു എൻ്റെ അടുത്ത്, ഇരട്ടപ്പഴം ആണ് കഴിക്കണോ പെണ്ണ് കഴിക്കണോ എന്ന്. ഇങ്ങനൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയും ഇവരുടെ അടുത്തൊക്കെ. പിന്നെ പ്രേതത്തിൻ്റെ വീഡിയോ കാത്തിരിക്കുന്നവർ അവർ കുറേ മെസ്സേജ്, പ്രേതം ശ്രദ്ധിക്കുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ എണ്ണം. അവസ്ഥ ഇതൊക്കെ. ഇപ്പൊ ശരി, അയ്യോ അർജന്റീന 2. ഞാൻ ആരെയാ ട്രോളാന്ന് പറഞ്ഞിരുന്നേ, ആരെ കിട്ടി. എവിടെ പോന്ന്? ഇവിടെ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരും ഇറങ്ങിയിട്ടില്ല. ക്യാമറ തിരിച്ചു വെച്ചേക്കായിരുന്നു, സോറി. സിക്സ് പാക്ക് ബോഡി എടുത്തോണ്ടിരിക്കുക.
കല്യാണ ചെറുക്കനെ കൊള ശകലം ലിബാം ഐഷാഡോ അയ്യോ ഇല്ല കറക്റ്റ് തന്നെ കറക്റ്റ് തന്നെ ചന്ദനക്കുറി ഞാൻ കൊള്ളൂല അത് ഉണങ്ങട്ടാ ഫാൻ്റെ അടിയിൽ കറക്റ്റ് ഒരാൾക്ക് മേക്കപ്പ് എത്ര ആൾക്കാർ ഇപ്പൊ ഉണങ്ങുമ്പോ നമ്മളെ സ്കിൻ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഫോട്ടോ അവിടെ ഇവിടെ ഒരു കണ്ണാടി പോലും എനിക്കൊന്നും പറയില്ലാത്തോണ്ട് കുഴപ്പമില്ല. അവന് വായ്പ അനങ്ങി ആടാ ഓ ജാട ഇങ്ങനെ ജാട എനിക്ക് ആകാശി എനിക്കാണ് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംസാരിക്കില്ലാത്തോണ്ട് എനിക്ക് അതിലേക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എന്താ പറ്റി? ഷാളോ ഇവിടെ വീണ്ടും മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. ബട്ടറുണ്ടോ? തോന്നി അപ്പച്ചീരെ സഹോദരന്റെ അല്ല ഞാൻ എടുക്കാനേ വണ്ടി വന്ന് കുഞ്ഞാവേ വണ്ടി വന്നു ശരിയാ പറഞ്ഞില്ല എന്തിനാ കഴിഞ്ഞ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അല്ല ഇത് കാറ്റത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു മൊത്തത്തിൽ അതുകൊണ്ട് പൊക്കി വെക്കാൻ പറഞ്ഞു. കഴിഞ്ഞല്ലോ വീഡിയോ അവൻ റെക്കോർഡിങ് കുഴപ്പമില്ല. ഇവിടുന്നുണ്ടല്ലേ കണ്ണാടിയല്ല ക്യാമറ. എനിക്ക് തുമ്മലാണ്. ഇത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ കിട്ടും. വണ്ടി വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. വണ്ടി കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കില്ലേ, വണ്ടിയുടെ കാണിക്കുന്ന വീഡിയോ എടുക്കാം. എനിക്ക് ഇപ്പോൾ ഭ്രാന്തി പിടിച്ച കണക്കാണ് ഞാൻ സംസാരിക്കുന്നത്. തുമ്മി വൈകി ക്ഷണിച്ചു. അയ്യോ ട്രാൻസിഷൻ ആണെന്ന് തോന്നുന്നു. ട്രാൻസിഷൻ ഇതാണ് ഒരു പാത്രം. ഇവിടെയാണ് സെൽഫി. ഇവിടെ കയറി നിൽക്കണം. എനിക്ക് പണിയുണ്ട് ബ്ലോഗിങ്. അപ്പോൾ ഇവിടുത്തെ ബ്ലോഗിങ് അല്ല ട്രാൻസിഷൻ ഇവരെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബസ്സിലോട്ട്
പോവാം. ബസ് വന്നു ബസ്സിലോട്ട് പോകുന്നു ഗായ്സ്. തരൂല. അതുപോലെ ഓ എന്റെ ക്യാമറ ഓഫ് ആവാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. വേലടിക്കുന്നുണ്ട്. ഞാൻ വേറെ ഫോൺ എടുക്കുമെന്ന. വേറെ ഫോൺ പോക്കറ്റിൽ തന്നെ ഉണ്ട്. ബസ്സിന്റെ അടുത്തോട്ട് നടന്നു പോണോ ഇനി ഇതുവഴി? നടക്കാൻ വയ്യത്തരൊക്കെ അത് ഓട്ടം വന്നേ അത്. അല്ല നമ്മളെ കാത്തിരിക്കുവല്ലേ. എന്നാ തിരുമുക്കയുടെ നടക്കാണ്. നടക്കുവാ, ഞാൻ പോട്ടെ, നടക്കട്ടെ. ഞാൻ നടക്കുന്നു. ഇനി തിരുമുക്ക് വരെ നടന്നു പോണം ബസ് കയറാൻ വേണ്ടി. അയ്യോ, ബസ്സിൽ പോയിട്ട് കാണിക്കാം. ഇനി ബസ് കാണിക്കാം. ഇനി തിരുമുക്ക് വരെ നടന്നു പോണം. ഇവിടെ നടന്ന് കാശി ഇരിക്കുന്നാടാ ആണോ? തറയിട്ടാ നിന്ന് കൊള്ളും. ഓഫാക്കല്ലേ. രണ്ടാഴ്ച പിടിയിടാ. അത് ഇല്ല, എനിക്കൊന്നും സംസാരിക്കാൻ. ഞാനും എന്റെ അച്ഛനോട് കല്യാണത്തിന് പോവാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, എല്ലാരും ഞാൻ പറയത്തില്ലേ. പറയൂടോ. ഇല്ല. ഞങ്ങൾ തിരുമുക്ക് വരെ നടന്നു പോവാണ് ഗായ്സ്. കണ്ട ഞാനൊക്കെ നടന്നങ്ങ് എത്തും. നടക്കട്ടെ, ഞാനും നടക്കുമ്പോ. മറ്റേ എന്നെ തൊപ്പിക്കടാ. ഞങ്ങളങ്ങനെ ബ്രിഡ്ജിന്റെ അടുത്തെത്തി ഗായ്സ്. വാടാ, വാ, ഓടി വാ, ഓടി വാ, ഓടി വാടാ. ഫസ്റ്റ് എനിക്ക് ഷൂലേഴ്സ് ആയിട്ടായിരുന്നൂടാ. ഞാനതിൽ ഷൂടാത്ത ഞാനൊരു വല്ലാത്ത സാധനമാണ്. മാല ഇടുന്ന ഇഷ്ടമല്ല, വാച്ച് ഇടുന്ന ഇഷ്ടമല്ല, ഷൂ ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ്. ആഷി ഇവിടെയും ബി പാർക്കാണ്. കായ കൊള്ളായിരുന്നു. ഞങ്ങൾ ഈ ബ്രിഡ്ജിന്റെ ഇവിടെ നിൽക്കുവാണ്. ഇനി തിരുമുക്ക് വരെ നടന്നു പോകണം. ഇറക്കാൻ ഓട്ടിച്ചൊരു വരുവാക്കി. ബസ്സിന്റെ അടുത്ത് പോയിട്ട് ബസ് കാണിക്കാം. ഏത് ബസ്സാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടൂറിസ്റ്റ് ബസ്സാ. മുരഹര ടൂറിസ്റ്റ് ബസ്സാണോ മുരഹര? എന്റെ ക്യാമറ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്രയും കുറെ നേരം ഒരു അടുപ്പിച്ച് മിനിറ്റ് അല്ലാതെ വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ. സാധാരണ അങ്ങനെ എടുക്കത്തില്ല. താൻ ഓഫാവും ക്യാമറ ചൂടടിച്ച്. ഇപ്പൊ 4K എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓഫാവും. ഞാൻ ഇതിപ്പോ 4K എടുക്കാതെ അതുകൊണ്ടാണ് ഞാൻ ഇത്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ 4K ആക്കി ഇടാൻ പറ്റും. നെറ്റ് നല്ല കണക്ക് വലിയ യൂട്യൂബ് ഇടുമ്പോഴത്തേക്കും നെറ്റ് നല്ല കണക്ക് പാടായിരിക്കും. പിന്നെ നല്ല ലാഗായിരിക്കും. നമ്മൾ 4K വീഡിയോ എക്സ്പോർട്ടിങ് ചെയ്യുമ്പോഴത്തേക്കും. ആണ്ട് ഇതാണ് നമ്മൾ ഡൽഹിയിൽ 6 മാസം മുമ്പ് പറഞ്ഞു വിട്ട ആ സാധനം. അല്ല ആള്. ബസ് എവിടെ? തിരുമിക്കൽ ബസ് ഉണ്ടെന്ന് പറയാം. ബസ് എവിടെ? ബസ് അവിടെ വളച്ചിട്ടേക്ക് വരും. നോക്കാരെങ്കിലും പോയി ചോദിച്ചിട്ടോ. എനിക്ക് നടന്നു വന്നും പയ്യൻ. ആ
പമ്പിന്റെ അവിടെ വളച്ചിട്ടുണ്ടാവും. ആ വെള്ള ബസ്സാണ് നമ്മളന്നപ്പോ കണ്ടോ. ഇങ്ങോട്ട് അവരെ കൊണ്ടുവരുന്നത് റോഡാണ്. ബസ് ഇതുവഴി വരാണ്, ഇവിടെ നിന്ന് കയറിയാ പോരെ. ഈ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇതാണോ? ആ ഇത് തന്നെ, ഇത് തന്നെ. എന്റെ ഫോൺ മൊത്തം ചൂടായി. ഓക്കെ, അയ്യോ സീറ്റസ് ഇങ്ങോട്ട് വാടോ. വരായി വന്നോ, അല്ലെങ്കിൽ കുത്തും ഞാൻ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഫാനുള്ള സ്ഥലത്ത് ഇരിക്കാൻ പോവാണ്. എന്റെ 2 എന്താണ്? ഇല്ല, വൈബ്രേഷൻ. ഞാൻ വാള് വെക്കും ചിലപ്പോ. ക്യാമറ സെൽഫി സ്റ്റിക്ക് ഇതാണ് ഞാൻ പറയുന്നത്, എനിക്ക് പോലും അറിഞ്ഞുകൂടാ. ഫാൻ ഉണ്ടായിട്ടും ചൂട്. ഇതാണ് എന്റെ കുഴപ്പം. തുമ്മലെന്ന തുമ്മുഞ്ഞായിരുന്നു. ഇനി ബസ്സിൽ ഇരുന്നുള്ള വീഡിയോ എന്താവും നോക്കാം. ഇന്ന് പിഴുകുന്നു. ഇന്നത്തെ കളി അർജന്റീന ജയിച്ചു 3-1. ഇനി ആ റെഡ് കാർഡ് കിട്ടിയതിന് റെഫറി കളിച്ചെന്ന് പറയുമോ എന്തോ. ആൾക്കാര് പറഞ്ഞു തുടങ്ങി അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയുന്നു. ശബ്ദം കേൾക്കാൻ പറ്റുന്നവർ വീഡിയോ നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഈ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. എത്ര മിനിറ്റ് ആയിട്ട് ഇത്? 1 മിനിറ്റായി. 1 മിനിറ്റൊക്കെ വീഡിയോ എടുക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ 1 മിനിറ്റ് നിർത്താതെ. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ മറന്നുപോയി. ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണിക്കാം. ഈ ബസ്സിൽ പാട്ടിടുന്നവരെ ഞാൻ എൻ്റെ സെറ്റിൽ പാട്ട് കേൾക്കാം. എൻ്റെ ഒന്നും അല്ല, വീട്ടിൽ നിന്ന് എടുത്തതാണ്. ചേട്ടൻ ഇപ്പൊ രണ്ടാമത് ഇന്നലെ വന്നപ്പോഴത്തേക്കും പുതിയ ഹെഡ്സെറ്റ് കൊണ്ടുവന്നപ്പോൾ പഴയത് ഞാൻ എടുത്ത്. ഞാൻ പുതിയത് വാങ്ങുന്നവരെ ലൈറ്റൊക്കെ വരും. ഈ പാട്ട് കേൾക്കാം. ഇവിടുന്ന് ഇപ്പൊ ബസ് സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. ഇവരിപ്പോ പാട്ടിടുമെന്ന് പറയുന്നു. പക്ഷെ പാട്ടിട്ടാൽ എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നല്ല സ്ട്രൈക്ക് അടിക്കും, ബ്ലോക്ക് അടിക്കും മ്യൂസിക്കിന്റെ. അതുകൊണ്ടാണ് ഞാൻ ഈ സുനു വെച്ച് പാട്ടുണ്ടാക്കുന്നത്. നല്ല സ്ട്രൈക്ക് അടിക്കും എനിക്ക് പാട്ടിട്ട് കഴിഞ്ഞാൽ. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഹലോ ഗൈസ്, അമ്മൻ എങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. ഇറങ്ങൂ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എന്റെ കൈ കണ്ടു കാണും. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റും. ഞാനും ഉറങ്ങിയപ്പോ. ഹായ്. അങ്ങനെ അടിച്ചോറത്തിലെത്തി. മൂക്കിന്ന് വരുന്ന വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അടുത്ത് വെട്ടിയെടുക്കാം. ഞാൻ എൻ്റെ ട്രൈപോഡ് എടുത്ത് മാറ്റി ഇപ്പൊ കൈവച്ചെടുക്കുവാണ്. ഇതല്ലേ ആഡിറ്റോറിയം? ഇവിടെ ഇതായിരുന്നു ആഡിറ്റോറിയം. ബാത്റൂം കണ്ടുപിടിക്കണം. ബസ്സിൽ ഇനി പോകുമ്പോ ഇത്ര ആൾക്കാർ കാണുമായിരിക്കും.
ഇവിടുന്ന് വേറെ ആൾക്കാരും കാണുമായിരിക്കും. ഇവിടുന്ന ആ മോളിപ്പിച്ചാണ് കിടക്കുന്നത്. എന്നെ വട്ടാനാണെന്ന് പറഞ്ഞത് വീടെടുക്കുന്നത്. നീ എടുക്കുക സ്റ്റിക്കർ വീഡിയോ ക്യാമറ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? ഞങ്ങളങ്ങനെ ആഡിറ്റോറിയത്തിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ നിശ്ചയ പരിപാടികളെല്ലാമായിട്ട് സമയമെടുക്കുമെന്ന് തോന്നുന്നു. എനിക്ക് സ്ട്രൈക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് സോങ് ഉണ്ട്. നിശ്ചയമാണ്. ഇന്ന് ഇതിൽ വന്നിട്ടുള്ള ബന്ധുമിത്രാദികളും അതുപോലെ എല്ലാ സുഹൃത്തുക്കളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത്രയും ദൂരെ ഇരിക്കുവാണ്. ഹലോ ഗായ്സ്, കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. ഇത്രയും പ്രായം കുറഞ്ഞ പൂപ്പിനെ കണ്ടിട്ടോ ആരെങ്കിലും? ഇത്രയും പ്രായം കുറഞ്ഞ പൂപ്പിനെ കണ്ടിട്ടുണ്ടോ? പ്രായം കൂടെ പറഞ്ഞു. എത്ര വയസ്സ്? അപ്പൂപ്പന് എത്ര വയസ്സ്? 56. അത് പ്രായം കുറവില്ലേ? ആ എങ്ങനെയെ പറ്റി? അതെന്തോ കടുവയാണ് നടക്കിരിക്കുന്ന ഗർജനത്തോടെ. സമയം പോകുന്നല്ലോ. എനിക്കാണെങ്കിൽ ഇരുന്നിരുന്ന് വിശക്കുന്നു. അവസാനം ഇത് സെറ്റ് ചെയ്യേണ്ടി വന്നു ശബ്ദത്തിന് വേണ്ടി. ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല ഇത്രയും നേരമായിട്ടും. തുടങ്ങുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ എടുക്കാം അത്. കാരണം ഞാനിപ്പോ തുമ്മാൻ പോവാണ്. അടുത്ത് എന്റെ ഭാര്യ സന്ധ്യ, എന്റെ മോന്റെ നിശ്ചയമാണ്. എന്റെ മോൻ സഹകരിച്ചിട്ട് പലതും ഇനി നമ്മുടെ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പെട്ടെന്ന് ഭക്ഷണമായി. ഇവിടെ ഇരിക്കുന്ന എന്തിനാ എവിടെ പോയിരുന്നൂടെ? നമ്മുടെ ചെക്കിന്റെ അടുത്ത ബന്ധുക്കളാണ്. നമ്മുടെ ആദ്യമേ പല്ലിലെ തളക്ക് ഇതിലടിക്കാൻ. ആ പല്ലിന് മുമ്പ് കുത്തിയിടാ. എവിടെ അവസരം ഇങ്ങനെ
അടുത്തത് നിന്റെ അല്ലേ? ആ മര്യാദക്ക് കെട്ടിപ്പൊക്കണം. മര്യാദക്ക് 20-ാം വയസ്സിൽ കെട്ടിപ്പൊക്കെ. സോറി 19-ാം വയസ്സിൽ 25-ാം വയസ്സിൽ കെട്ടിപ്പൊക്കണം. അണ്ണൻ കേട്ടാണ് എനിക്ക് കെട്ടാൻ. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. ഞാൻ കഴിക്കുന്ന വീഡിയോ കാണിക്കത്തില്ല, കാരണം എനിക്കത് ഇഷ്ടമല്ല ഞാൻ കഴിക്കുന്ന ആരും കാണുന്നത്. അതല്ലെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും. അവിടെ അല്ലേ? ഇവിടെ നിന്നല്ലേ? അപ്പോൾ ഞാൻ തിന്നിട്ട് വരാം. അങ്ങനെ ഞാൻ ചോറും കഴിച്ചു. ഞാൻ ചോറ് കഴിക്കുന്ന ഇവിടെ കാണിക്കത്തില്ല, എനിക്കത് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ ചോറ് കഴിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാത്. ചോറും കഴിച്ചു. ഞാൻ തുമ്മിയും എടുക്കുക. ഇത് മൊത്തം നനഞ്ഞിരിക്കുക തുമ്മി. അപ്പോൾ ഞങ്ങളിനി ഇപ്പോൾ ഇവിടുന്ന് ബസ്സിൽ തിരിച്ചെപ്പോൾ പോകുന്ന അറിഞ്ഞൂടാ. പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ പോകുന്ന എപ്പോഴാന്ന് അറിഞ്ഞൂടാ. ഹായ് ഗായ്സ്, നമ്മള് ഏത് പാട്ട്? അഞ്ജലിയാ? ഏത് അഞ്ജലി? പാടോ, പാട് എങ്ങനെ? ഇത്ര നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ടേ. അപ്പോൾ ഈ ബ്ലോഗ് നിർത്താൻ കാരണം ഞാൻ തുമ്മി ക്ഷീണിച്ചു. അത് ഇവിടുത്തെ നിശ്ചയങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ബസ്സിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. വെയിൽ കാരണം ക്യാമറ ഓഫ് ആകുമ്പോൾ ഞാൻ തന്നെ ബൈ പറയുന്നു. ബൈ.